എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഞാൻ സാധാരണഗതിയിൽ പറ്റുമ്പോഴൊക്കെ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കാറുണ്ട്. വ്രതം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. അതായത് ചിലർ ഉപവാസമായിട്ട് എടുക്കും. ഞാൻ അങ്ങനെ ഉപവാസമായിട്ടൊന്നും എടുക്കാറില്ല. പക്ഷേ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ. അതായത് ഗോതമ്പിൻ്റെ, അല്ലാതെ അരിയാഹാരം എന്തായാലും നമ്മൾ വർജിക്കണം. അത് ഏകാദശിക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ്, അരിയാഹാരം കഴിക്കില്ല. അപ്പം ഞാൻ രാവിലെ പാല് കുടിക്കാം, പഴം കഴിക്കാം. അപ്പോൾ പാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് പാലും വെള്ളമായിട്ടാണ് കുടിച്ചത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി പഴവും കൂടി ചേർത്ത് കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തേക്ക് ലഞ്ചിന് ഞാൻ ഗോതമ്പ് ചോറാണ് ഉണ്ടാക്കുന്നത്. ഗുരുവായൂർ തന്നെ ഗോതമ്പ് ചോറാണ് അവിടെ അന്നദാനം ഇന്ന് കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ചോറുണ്ടാക്കി. അതായത് കഞ്ഞിയല്ല ചോറും അല്ലാത്തൊരു പരുവം, കുഴഞ്ഞ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന് കറിയായിട്ട് ഉണ്ടാക്കിയത് തൈരെടുത്തിട്ട് അതിൽ മഞ്ഞളും മുളക് പൊടിയിട്ട് അല്പം ഉപ്പും ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തു. എന്നിട്ട് അതൊന്ന് കടുകൊക്കെ വറുത്ത് ഒരു ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കി. വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു മെഴുക്കുവരട്ടി, ഏത്തക്കായ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊരു മെഴുക്കുവരട്ടി. ഇത്രയും മാത്രമേ ഉള്ളൂ ലഞ്ച്. അത് കുറച്ച് കഴിച്ചു. പിന്നെ വൈകിട്ട് ഇനിയിപ്പോൾ ചായ കാപ്പി ഒന്നും രാവിലെയും കുടിച്ചിട്ടില്ല, വൈകിട്ടും കുടിക്കുന്നില്ല. ചായയും കാപ്പിയൊന്നും കഴിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. ഇതാണ് എൻ്റെ വ്രതം. കാരണം ഒന്നും കഴിക്കാതെ ഉപവാസം പോലെ എനിക്ക് പറ്റാറില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപവാസം എടുക്കാറില്ല. പിന്നെ രാവിലെ തന്നെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റു, കുളിച്ചു. പിന്നെ നാമജപങ്ങളൊക്കെ, അതായത് വിഷ്ണു സഹസ്രനാമവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്തു. ഭഗവത്ഗീത അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും ഓരോ അധ്യായം പാരായണം ചെയ്യാറുണ്ട്. പിന്നെ വിഷ്ണു സഹസ്രനാമം എല്ലാ വ്യാഴാഴ്ചകളിലുമാണുള്ളത്. പക്ഷെ ഇന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചു. മറ്റുള്ള കീർത്തനങ്ങളെല്ലാം കുറച്ചൊക്കെ ജപിച്ചിട്ടുണ്ട്. ഇനിയും ബാക്കി കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗുരുവായൂർ ഏകാദശി വ്രതത്തിൻ്റെ രീതി. പിന്നെ എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും എല്ലാവർക്കും ഗുരുവായൂർ പോയി ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. ഇന്ന് കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും. അവർക്കൊക്കെ അവിടെ ആ പുണ്യഭൂമിയിലൊന്ന് ഉണ്ടാവാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ഞാനും അതെ. പക്ഷേ നമുക്കിന്ന് അവിടെ ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ ഭജിക്കാനേ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും, എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എന്നെ കാണുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഗോതമ്പ് പുട്ടും പഴം പുഴുങ്ങിയതും ഉണ്ടാക്കി. ലഞ്ച് എനിക്ക് ഗോതമ്പ് ചോറാണ്. 1 കപ്പ് ഗോതമ്പ് എടുത്ത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് വെള്ളമൊക്കെ ഊറ്റി ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിച്ചു. ഇത് ഹൈ ഫ്ലെയിമിലാണ് ആദ്യം വെച്ചത്. 3 വിസിൽ ഹൈ ഫ്ലെയിമും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് ഗോതമ്പ് ചോറ് റെഡിയാക്കി. ഏത്തക്കായ് ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് 3-4 വട്ടം കഴുകി ഒരു ചീനച്ചട്ടിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മെഴുക്കുവരട്ടി റെഡിയാക്കി. ഒഴിച്ചുകറിക്ക് 1/4 കപ്പ് തൈരെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് അത് കടുകൊക്കെ വറുത്ത് റെഡിയാക്കി. മോര് കാച്ചിയതും മെഴുക്കുവരട്ടിയും ഗോതമ്പ് ചോറും റെഡിയായി.